നമ്മുടെ ഒരു വർക്കിംഗ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാതെ എല്ലാ ആളുകൾക്കും അവരുടേതായ രീതിയിൽ അവരുടെ ഒരു കരിയർ ഗോൾസ് ഉണ്ടാവും. അവർക്ക് ഏത് യൂണിവേഴ്സിറ്റി പഠിക്കണം, അത് ഏത് കോഴ്സ് ചെയ്യണം, അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും സ്റ്റുഡൻസ് വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ അവരെ ഏതെങ്കിലും ഒരു ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കാതെ അവരുടെ കരിയർ ഗോൾസ് എന്താണ് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മോട്ടോ ആയിട്ട്, ബേസിക് മോട്ടോ എന്ന് പറഞ്ഞാൽ. അതും മാക്സിമം യൂണിവേഴ്സിറ്റീസിലേക്ക് ഏതെങ്കിലും ഒരു സിംഗിൾ ഓഫർ ലെറ്റർ അല്ലാതെ മാക്സിമം നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിലേക്ക് അവരെ എക്സൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ എൻമൈൻസ് കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ വർക്ക് ചെയ്യണത്. ഇപ്പോൾ നമ്മളിവിടുന്ന് പോയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ സ്റ്റുഡൻസായിട്ടും ഇപ്പോഴും നമ്മൾ കറൻ്റ്ലി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് അവരുടെ ലൈഫിലൊരു പോസിറ്റീവ് ഒരു ഇമ്പാക്റ്റ് പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. കാരണം അവരുടെ സൈഡിൽ നിന്നാണെങ്കിലും അവരുടെ ഫാമിലിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലൊക്കെ നമ്മളായിട്ടുള്ള റിലേഷൻഷിപ്പ് അത്രയും ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് പോയ പല സ്റ്റുഡൻസ് ഇപ്പോഴും നമ്മളോട് കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മളായിട്ട് തന്നെ വളരെ നല്ല കോൺടാക്റ്റിൽ പോകുന്നുണ്ട്. അതുതന്നെയാണ് നമ്മളെ ഈ ഒരു ഫീൽഡിൽ ഭയങ്കര ഡിഫറെൻ്റ് ആക്കി വെക്കുന്നതും. കാരണം ബാക്കിയുള്ളവരെ പോലെ ഓഫർ ലെറ്റർ കൊടുത്ത് അതോടുകൂടി നമ്മുടെ പണി തീർന്നു എന്നതിനപ്പുറത്തേക്ക് അവരുടെ ആ ഒരു ജേണി ലൈഫ് ഇനി മുമ്പോട്ടുള്ള എല്ലാ സമയത്തും നമുക്ക് മാക്സിമം അവരുടെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് പോകാമെന്നുള്ള രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യണത്. അത് ഭയങ്കര അവർക്കും നല്ലതാണ്, സ്റ്റുഡൻസിൻ്റെ കേസിൽ നമുക്കും ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്.